അനിൽ നമ്പ്യാർ, ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ ഒരു തിരുത്തലായി നിലനിൽക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കെ, മുഖ്യമന്ത്രിയായിരിക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങൾ VS-ഉമായി നടത്തിയ ഒരാളാണ് അനിൽ നമ്പ്യാർ. ആ അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. തീർച്ചയായും കൃഷ്ണരാജ്, VS അച്യുതാനന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി ഇരുന്ന സമയത്തും VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും, അതുപോലെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല അടുപ്പം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നൊരു VS കാർക്കശ്യത്തിൻ്റെ സ്വരം ഉള്ള ഒരു VS അല്ലേ. പക്ഷേ VS-ഉമായി അടുത്ത് ഇടപഴകുമ്പോൾ VS വളരെ സരസമായി സംസാരിക്കുന്നത് ഞാൻ അടുത്ത് അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, VS-ൻ്റെ ആ ഒരു ശൈലി തന്നെ അതാണ് അദ്ദേഹത്തെ ജനങ്ങളിലേക്കേറെ അടുപ്പിച്ചത്. കാരണം നീട്ടിപ്പറച്ചിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. VS-നെ ഏറ്റവും ജനകീയനാക്കിയത് ഇത് തന്നെയായിരുന്നു. അതായത് സാധാരണക്കാരനുമായിട്ട് ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, ആ ഒരു വൈഭവം, അതുതന്നെയാണ് VS-നെ സഖാക്കന്മാരുടെ ഇടയിൽ മാത്രമല്ല, പാർട്ടി സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ ഒരു ഹൃദയവികാരമാക്കി മാറ്റിയത് ആ ഒരു ശൈലി തന്നെയാണ്. നേരത്തെ ഇവിടെ നമ്മുടെ റിപ്പോർട്ടർമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് VS-ൻ്റെ ദേഹവിയോഗം. നമുക്കറിയാം, 2020 ശേഷം അദ്ദേഹം ഈ കേരള രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ ഇല്ല. അവസാനമായിട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. പിന്നീട് അദ്ദേഹം അത് ഒഴിയുകയായിരുന്നു, അനാരോഗ്യം കാരണം ഒഴിയുകയായിരുന്നു. പക്ഷേ പാർട്ടിയിലെ വിഭാഗീയത അത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷത്ത് എന്നും VS ആയിരുന്നു, മറുപക്ഷത്തെ ആളുകൾ മാറി മാറി വന്നു. CATU ഉണ്ടായിരുന്നു, പിന്നെ പിണറായി വന്നു, അങ്ങനെ പലരും മാറി മാറിപ്പോയപ്പോഴും ഒരു ഭാഗത്ത് VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അപ്പോൾ VS പാർട്ടിക്കകത്ത് തുടങ്ങിയ ആ പോരാട്ടം അത് പാർട്ടിയെ തിരുത്താൻ തന്നെയായിരുന്നു. തിരുത്തുന്ന നേതാവ്, തിരുത്തലായിരുന്നു VS എല്ലായ്പ്പോഴും. അതെ, VS എന്ന് പറയുന്നത് വിവാദങ്ങളുടെ സഖാവ് എന്നുകൂടെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പറയാം. അപ്പോൾ പാർട്ടിയെ തിരുത്താൻ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അത് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ, പിന്നെ നിശ്ചയദാർഢ്യം. അതായത് ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ചിരുന്ന പലതും VS പറഞ്ഞിരുന്നു. അതുകൊണ്ടാവും VS-ന് ഇത്ര ജനകീയത ഉണ്ടായത്. ഒരു സാധാരണ പാർട്ടിക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ പാർട്ടി നേതൃത്വം അത് വഴിതെറ്റിപ്പോകുന്ന സമയത്ത്, അതായത് ഒരു സാധാരണക്കാരന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഫോറങ്ങളിൽ മാത്രമേ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റൂ. നമുക്കറിയാം, ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളതാവട്ടെ, അതുപോലെ ഏരിയ കമ്മിറ്റിയിലുള്ളവരാകട്ടെ, ജില്ലാ കമ്മിറ്റിയിലുള്ളവരാകട്ടെ, ആ ഫോറങ്ങളിൽ മാത്രമേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പാർട്ടിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയവികാരം ഒപ്പിയെടുത്ത് അത് ഈ പാർട്ടി വേദികളിൽ അവതരിപ്പിക്കാൻ VS-ന് സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ജനകീയത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് VS എടുത്ത ഏറ്റവും വലിയ ഒരു നിലപാട്, അതായത് ഈ വിഭാഗീയത ശക്തിപ്പെട്ട സമയത്ത് ഒരുപക്ഷെ കൃഷ്ണരാജ് ഓർക്കുന്നുണ്ടാവും, PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ മദനിയെ വെറുതെ വിട്ട സമയത്ത് നമുക്കറിയാം, ശംഖുമുഖത്ത് വലിയൊരു സ്വീകരണം നൽകി. ചുവപ്പ് പരവതാനി വിരിച്ചു. CPM നേതാക്കന്മാർ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ പങ്കെടുത്ത ഒരു മഹാസമ്മേളനമായിരുന്നു അത്. VS എന്നും ഈ മത തീവ്രവാദ ശക്തികളുമായിട്ട് ഒരു തരത്തിലും പാർട്ടി സഹകരിച്ചു പോകരുത് എന്ന നിലപാട് കൈക്കൊണ്ട ഒരു വ്യക്തി. അതിൽ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം വെള്ളം ചേർത്തിരുന്നില്ല. അന്ന് ഈ മദനിക്ക് നൽകിയ സ്വീകരണത്തിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടുനിന്നു. പക്ഷേ ഞാൻ ഈ അഭിമുഖം നടത്തിയ കാര്യം പറഞ്ഞല്ലോ,
അതായത് ഒരു ഓണക്കാലത്ത് വി എസിൻ്റെ കുടുംബവുമായിട്ടുള്ള ഒരു ഓണവിശേഷങ്ങൾ പങ്കുവിടുന്ന ഒരു പ്രോഗ്രാം, അത് ഞാനായിരുന്നു അന്ന് ആങ്കർ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഭാഗീയത കൊടുമ്പിരിക്കൊള്ളുന്നു. മദനിയുടെ സ്വീകരണം, മദനിക്ക് ചുവപ്പ് പരവതാനി നൽകി CPM ഒരുക്കിയ ആ സ്വീകരണം, അത് വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. VS ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുന്നു, പാർട്ടി പ്രവർത്തകർ ഉറ്റുനോക്കുന്നു. അതായത് ഈ വർഗീയതയുമായിട്ട് അല്ലെങ്കിൽ മതതീവ്രവാദവുമായിട്ട് ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകാൻ ആവില്ല എന്ന അടിയുറച്ച നിലപാടെടുത്ത VS PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിക്ക് പാർട്ടി നേതൃത്വത്തിൽ നൽകിയ ആ സ്വീകരണത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഓണവിശേഷങ്ങൾ ആ പരിപാടി ആങ്കർ ചെയ്തത്. ഇപ്പോൾ VSൻ്റെ മകൻ അരുൺകുമാറുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് അരുൺകുമാറാണ് അങ്ങനെ ഒരു അഭിമുഖം, അതിന് എല്ലാം കളമൊരുക്കിയത് അരുൺകുമാറായിരുന്നു. പക്ഷേ അരുൺകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാരണവശാലും രാഷ്ട്രീയം സംസാരിക്കും. അനിൽ നമ്പ്യാരിലൂടെ VS ചില വിവാദങ്ങളിലേക്ക് ചെന്നുപെട്ടിട്ടുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓണവിശേഷങ്ങൾ പറയാം. VSൻ്റെ ഓണക്കാലം അദ്ദേഹത്തിൻ്റെ പുന്നപ്രയിൽ ആലപ്പുഴയിലൊക്കെ ഉള്ള സമയത്ത്, മാത്രമല്ല തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓണം എങ്ങനെയായിരുന്നു, ഓണസദ്യ ഉണ്ണാൻ സാധിക്കാതിരുന്ന ഓണക്കാലം, അതെല്ലാം VS പങ്കുവച്ചു. അതിൻ്റെ ഒടുവിൽ, കാരണം എന്നിലെ മാധ്യമപ്രവർത്തനം അങ്ങ് ഉണർന്ന സമയത്ത് ഞാൻ ഈ വിഷയം ഞാനങ്ങ് എടുത്തിട്ടു. അപ്പോൾ അരുൺകുമാർ അവിടെ ഇരിക്കുകയാണല്ലോ ക്യാമറയുടെ മുമ്പിൽ. അരുൺകുമാർ എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണോട്ട് കാണിച്ചു, ഒരു കാരണവശാലും അത് ചോദിക്കരുത്, കാരണം പറയാൻ പറ്റില്ലല്ലോ, ഇൻ്റർവ്യൂ ഈസ് ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ എന്നിലെ മാധ്യമപ്രവർത്തകൻ ഉണർന്ന് പ്രവർത്തിക്കുകയും ഞാൻ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തപ്പോൾ VS അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിയുകയായിരുന്നു. പറയാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ എല്ലാം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ VSൻ്റെ നാട്ടിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ്. വിഭാഗീയതയുടെ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് VS നിൽക്കുന്നു, മറുഭാഗത്ത് പിണറായി നിൽക്കുന്നു. ആ സമയത്ത് പിണറായിയെ അടിക്കാൻ കിട്ടിയ ഒരു വേദി ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് പിണറായിയുടെ പേരെടുത്ത് പറഞ്ഞു. അതുവരെ പലപ്പോഴും, അതായത് ഇത് അദ്ദേഹം പറയുന്നത് പിണറായിയെ ലക്ഷ്യമാക്കിയാണ് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ പിണറായിയുടെ പേരെടുത്തിട്ടുള്ള വിമർശനം ആ അഭിമുഖത്തിൽ ഉണ്ടായി. ആ അഭിമുഖം കഴിഞ്ഞ് അതിനുശേഷം അരുൺകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും ഇത് കൊടുക്കരുത്, ഏറിയരുത്. ഞാൻ ആയിട്ട് പറഞ്ഞു പറയിച്ചല്ല, ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ചോദിച്ചു. ശരിയാണ്, താങ്കൾ പറഞ്ഞ ശരിയാണ്, ഓണവിശേഷങ്ങൾ ഇതൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ആ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ അത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് ചോദിച്ചു. അതിനുള്ളൊരു മറുപടി ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് കിട്ടിയത്. ഇങ്ങനെ VS ക്ഷോഭിച്ചുകൊണ്ട് മറുപടി പറയുമെന്ന് ഞാൻ ഒട്ടുമേ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വാർത്തയാക്കി. അന്ന് അവിടെ വെച്ചാണ് ആരോടും ഞാനും തമ്മിലുള്ള ബന്ധം മുറിയുന്നത് കേട്ടോ. അതിനുശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം 3 വർഷം മുമ്പ് VSൻ്റെ ജന്മദിനത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, വീട്ടിൽ വരണം. അപ്പോൾ ആ ഒരു അറ്റാക്ക്, പിണറായിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു വിമർശനം, അത് വലിയ സ്ഫോടനാത്മകമായി മാറിയത് പിന്നീട് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. ഇവർ പരസ്പരം പരസ്യമായിട്ട് വിഴുപ്പലക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോയതൊക്കെ അതിൻ്റെ ഒരു തുടക്കം, ആ ഒരു ബോംബ് പൊട്ടിയത് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാട് മതതീവ്രവാദികളുമായിട്ട് ഒരു തരത്തിലും സന്ധി ചേരരുത്, അവർക്ക് കൈ കൊടുക്കരുത് എന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ആ ഒരു സത്യസന്ധത അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല VS കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞാൽ അറിയാലോ അല്ലേ, ന്യൂനപക്ഷം അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നത്, മാത്രമല്ല അവരുടെ സമുദായ നേതാക്കന്മാർ അവർ പറയുന്ന കാര്യങ്ങളാണ് സർക്കാർ തീരുമാനമായിട്ട് മാറുന്നത്. അത് അത്തരത്തിൽ മതനേതാക്കന്മാർ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ ഇടപെടുന്നത്, അതൊന്നും ഒരു കാരണവശാലും അനുവദിച്ച് കൊടുക്കാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇടതു ചിന്തകളിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള അവസാനത്തെ ആൾ സ്മൃതിയിലേക്ക് പോകും. 100%.